അങ്ങനെ യഥാർത്ഥത്തിലൊരു സന്യാസയോഗമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സന്യാസയോഗം? അവർ ഒരു ആത്മീയ തലങ്ങളുണ്ടെങ്കിൽ പോലും അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം. ഈ സോൾ പർപ്പസ് കണ്ടെത്താൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അത് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച സോൾ പർപ്പസ് പ്ലാനറ്റ് നോക്കിയാൽ മതി ഏതാണെന്നുള്ളത്. മീനം രാശിക്കാർക്ക് ഭൗതികമായും ആത്മീയമായും ഉള്ള കാര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് മീനം രാശിക്കാർ. ഒന്നിലോട്ട് മാത്രമായിട്ട് മുങ്ങി തന്നു പോകത്തില്ല. ഒരു ഈശ്വരന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും മീനം. അങ്ങനെ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരേ ലഗ്നത്തിൽ തന്നെ ജനിച്ച ആളുകളുണ്ടെങ്കിൽ പോലും അവരെല്ലാം വ്യത്യസ്തരായിരിക്കില്ല. അത് വെച്ചിട്ട് ഹൊറോസ്കോപ്പും വെച്ചിട്ട് ലഗ്നം ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. മാമിന്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ലൈഫ് പർപ്പസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വട്ടുണ്ടോ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ നക്ഷത്രം നോക്കുമ്പോൾ മോഹൻലാൽ ആയത് മോഹൻലാലിന്റെ ഹാർഡ് വർക്കാണ്. അദ്ദേഹം മീനൻ രാശിക്കാരനാണ്. അദ്ദേഹം ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അദ്ദേഹത്തിനുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ മോഹൻലാലിന്റെ അമ്മ മരിച്ചിട്ട് കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ ട്രോൾ ഇങ്ങനെ ട്രോളൊക്കെ പോകും. ഒരു സ്പിരിച്വലായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. അവർക്ക് ഓരോ ഇന്നലകളും തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മാഭിമാനം ഉണ്ടാവും ഇല്ലേ? നമ്മൾ അവരെ ഇന്നലകളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കും ഒന്നും ചെയ്യാതെ. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അതേപോലെ ആകാമെന്ന് ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രവൃത്തി ഉണ്ടാവില്ല. അമേരിക്കയിൽ ജനിച്ച ഒരാളും അതേ സമയത്ത് ജനിച്ച ആളും ഇവിടെ ജനിച്ച ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാര്യം സംസ്കാരം. അവിടുത്തെ 15-20 വയസ്സായ പിള്ളേർക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായില്ലെങ്കിൽ അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. ഇവിടെയാണെങ്കിൽ ഉണ്ടായ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കുന്നു. അത് ഭയങ്കര വ്യത്യസ്തമായ. ഈ സന്യാസയോഗം ഒരുപാട് പേര് പറഞ്ഞു കേട്ടുള്ള ഒന്നാണ് സന്യാസയോഗം. നമ്മുടെ രാശി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹൊറോസ്കോപ്പ് നോക്കുമ്പോൾ നമുക്ക് സന്യാസയോഗം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പിരിച്വലി പോകാനുള്ളൊരു വഴിയുണ്ട്, അല്ലെങ്കിൽ ആത്മീയത തേടി പോകാനുള്ള വഴിയുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിലൊരു സന്യാസയോഗം ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സന്യാസയോഗം? പ്രവൃജ്യ യോഗം സന്യാസയോഗമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ അതെല്ലാവരും സന്യാസിമാരായി പോകുന്നതല്ല ചെയ്യുന്നത്. അത് അവർ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ അവർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലോട്ട് മാറിപ്പോകുന്നവരും ആവാം. അതിപ്പം 10 ദിവസമായിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന പ്രവൃജ്യ യോഗം കാണിച്ചേക്കുന്നത്. അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തൊഴിൽ മേഖലയിൽ നിന്ന് വിട്ടുമാറി അതൊരിക്കലും മാറിപ്പോകണ്ടാത്ത ഒരു തൊഴിൽ മേഖല. അതിനൊരു എക്സാമ്പിളുണ്ട്. പട്ടാളത്തിൽ നിൽക്കുന്നൊരു പയ്യൻ, മിലിറ്ററിയിലാണ്, അത് വളരെ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരന് അത് ആ ജോലി വിട്ടുകളയണം എന്നുള്ളതാണ്. വിട്ടിട്ട് വേറൊന്നിലോട്ട് പോകണം എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിൽ നിന്ന് വിട്ടുമാറി ആ ജോലി ആ ഒരു ജോലി എന്ന് പറയുന്നത് നമുക്കൊരു ലൈഫ് ലോങ് നമുക്കൊരു സെക്യൂറാക്കി ഫൈനാൻഷ്യൽ സെക്യൂറാക്കി നിർത്തുന്ന ഒരു ജോബിനെ അതിൽ പെൻഷൻ ഏജ് വരെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ അതൊന്ന് വിട്ടുമാറി വേറൊന്നിലോട്ട് പോകണം എന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളിന് അറിയാം. അതുപോലെ ശരിക്കും സ്പിരിച്വാലിറ്റിയിലോട്ട് പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതെല്ലാം ഇട്ടെറിഞ്ഞ് ഭൗതിക ജീവിതം വിവാഹം കഴിഞ്ഞു പോയവരറിയാം. ഒരു വിരക്തിയാണോ സന്യാസയോഗം എന്ന് പറയുന്നത്? സന്യാസയോഗം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് വേറൊന്നിലോട്ട് അവർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നവരുണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് സന്യാസയോഗം എന്ന് പറയാൻ പറ്റില്ല അതിനെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സോൾ പർപ്പസ് പ്ലാനറ്റ് വരുന്നത് ചിലർക്ക് ഇപ്പോൾ ശുക്രനാണ് സോൾ പർപ്പസ് പ്ലാനറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവർ കൂടുതൽ മെറ്റീരിയൽ കംഫർട്ട്സിലോട്ടായിരിക്കും അവർ കൂടുതൽ. അവർ ഒരു ആത്മീയ തലങ്ങളുണ്ടെങ്കിൽ പോലും അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാനായിരിക്കും അവരുടെ ആ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടോ? നക്ഷത്രമല്ല, അത് അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരു നക്ഷത്രത്തിന് സ്പെസിഫിക് ആയിട്ട് ഈ നക്ഷത്രക്കാരെല്ലാം ഇങ്ങനെ സ്പിരിച്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്നാലും ശനിയുടെ രാശിയിൽ ജനിക്കുന്ന ആൾക്കാരില്ലേ, ഇപ്പം മകരൻ രാശിക്കാർ അല്ലെങ്കിൽ കുംഭം രാശിക്കാർ, പിന്നെ വരുന്നത് മീനം രാശിക്കാരും അത് കുറച്ചൊരു മെച്യൂരിറ്റി ഉള്ളൊരു രാശിയാണ്. 12ാമത്തെ രാശിയല്ലേ വരുന്നത്. അപ്പം മെച്യൂരിറ്റി ഉള്ള രാശി, അത് ആ രാശിയുടെ 12ാം ഭാവാധിപത്യം വഹിക്കുന്നത് ശനിയാണ്. ഒരു പക്ഷേ ഈ 12ാം ഭാവാധിപതിയായ ഗ്രഹം അഷ്ടമരാശി ഉച്ചനായി വരുന്ന ആൾക്കാർ ഭയങ്കര സ്പിരിച്വൽ കണക്ഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. 8-12 ഭാവങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ആ രാശിയിൽ ഉച്ചനായി വരുമോ, അത് ശനി വരാം. ഇപ്പം മീനം രാശിക്കാർക്ക് ശനി ഉച്ചനായി വരുന്നത്, മീനം രാശിക്കാർക്ക് ശനി ഉച്ചനായി വരിക എന്ന് പറഞ്ഞാൽ അഷ്ടമരാശിയിലേ വരത്തുള്ളൂ, തുലാം രാശിയിലേ വരത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള അത് അവരുടെ സോൾ പർപ്പസ് പ്ലാനറ്റ് നോക്കുമ്പോഴേക്കും സ്പിരിച്വൽ പ്ലാനറ്റ്സ് ആണ് അവർക്ക് സോൾ പർപ്പസ് പ്ലാനറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അങ്ങനെ ഒരു രീതിയിൽ തന്നെ അവർ ചെന്ന് എത്തും. അവരുടെ സോൾ പർപ്പസ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ സ്പിരിച്വാലിറ്റി ആയിരിക്കും.
ഈ സോൾ പർപ്പസ് കണ്ടെത്താൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അത് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച സോൾ പർപ്പസ് പ്ലാനറ്റ് നോക്കിയാൽ മതി ഏതാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചേക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് സോൾ പർപ്പസ് പ്ലാനറ്റ്. അത് നോക്കുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ആ മൊത്തത്തിൽ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. ഹോൾ ആൻഡ് കംപ്ലീറ്റ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ, ആ ഹൊറോസ്കോപ്പ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ്. പിന്നെ ചിലപ്പം നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലും ചിലപ്പോൾ അവരുടെ ഇപ്പം 8-12 തമ്മിൽ കണക്ഷനുണ്ട്. ഇപ്പോൾ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്, ഓക്കെ. പക്ഷേ അവർക്ക് അവരുടെ യൗവന കാലഘട്ടം, അവരൊരു മെയിൻ ആയിട്ടുള്ളവരുടെ കാലഘട്ടത്തിൽ വരുന്ന എല്ലാം ഇപ്പം ശുക്രൻ്റെ ദശാകാലഘട്ടമാണ്. അവർ എത്രത്തോളം സ്പിരിച്വാലിറ്റിയിലോട്ട് പോകും. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഭൗതികമല്ലേ. അപ്പോൾ ശുക്രൻ ബലവാനാണ്. അങ്ങനെയാണെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു അത് പല കണ്ടീഷൻസ് വെച്ചിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഏത് കാലഘട്ടത്തിലാണ് അവർ കൂടുതലും അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ അവർ ഭൗതികമായും, ഇപ്പം മീനം രാശിക്കാരെ പറയുമ്പോൾ മീനം രാശിക്കാർക്ക് ഭൗതികമായും ആത്മീയമായും ഉള്ള കാര്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് മീനം രാശിക്കാർ. ഒന്നിലോട്ട് മാത്രമായിട്ട് മുങ്ങി തന്നു പോകത്തില്ല. ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതെന്ന് വെച്ചാൽ ആ രാശി അത്രത്തോളം വളരെ പക്വതയുള്ള രാശിയാണ്. കാരണം മീനം രാശിയിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ ശത്രുവായ ശുക്രന് ഉച്ചബലം കൊടുത്ത രാശിയാണ്. അത്രയേറെ മെച്യൂരിറ്റി ഉള്ളൊരു രാശിയാണ് മീനം രാശി എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഉരുട്ടാതി കാൽഭാവം, ഉത്രട്ടാതി രേവതി അടങ്ങിയത് ആ രാശിയാണ് മീനം രാശിയിൽ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചൊരു സ്പിരിച്വൽ കണക്ഷൻസ് വരാം. അതുമല്ല, ആ രാശി മീനം രാശിയിൽ വരുമ്പോഴേക്കും ആ രാശ്യാധിപതി വ്യാഴാണ്. ജ്ഞാനം സദ്ഗുണം ആത്മചംജ ശജീവം എന്നല്ല വേണ്ടത് വ്യാഴത്തിനെ പറ്റി പറയുന്നത്. വ്യാഴം അറിവിന് ഉപരിയാണ്. എന്നുവെച്ചാൽ ഒരു സമൂഹത്തിൽ ഒരു ടീച്ചർ പ്രീച്ചിങ് കൗൺസിലിംഗ് ഏരിയയിൽ നിൽക്കാനുള്ള ഒരു അങ്ങനെ ഒരു എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം മരിക്കുന്നിടം വരെയും പഠിക്കാനുള്ള യോഗമുള്ള രാശിയാണത് മീനം രാശി പറയുമ്പോൾ. മരിക്കുന്ന സമയത്ത് മരണത്തെക്കുറിച്ചും പഠിക്കും എന്ന് പറയുന്ന രാശിയാണ് മീനം രാശി. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ആ രാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ട് എന്ന് പറയാൻ പറ്റും. എപ്പോഴും വ്യാഴമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടും സർവേശ്വരകാരകനായ വ്യാഴമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടും കുറച്ച് ഈശ്വരാനുഗ്രഹവും ഒരു ദൈവചിന്തയും ഭക്തിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാം. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്പിരിച്വാലിറ്റിയിൽ മുങ്ങിത്താന്തി പോകുന്ന ആൾക്കാരും അല്ലത്. ഒരു ഈശ്വരന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും. അങ്ങനെ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഒരു കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. അപ്പം അത് പറയില്ല, ഇതിൽ ആ ഹൊറോസ്കോപ്പ് പോലെ ഇരിക്കും. ഇപ്പം നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, മൂൺ സൈൻ അല്ലേ നക്ഷത്രം എന്ന് പറയുന്നത്. ആ മൂൺ സൈൻ വെച്ചിട്ട് മൊത്തത്തിൽ നമുക്കങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഹൊറോസ്കോപ്പ് നോക്കുമ്പോഴേ അറിയാവൂ അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത്. അത് ചിലപ്പോൾ ഇപ്പോൾ മൂൺ സൈനിനെക്കാളും ഫസ്റ്റ് റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അസെൻഡൻ്റ് ആണ്. അസെൻഡൻ്റ് എപ്പോഴും ആ വ്യക്തിയുടെ അസെൻഡൻ്റ് ലഗ്നം, ആ ലഗ്നമാണ് നമ്മുടെ പേഴ്സണാലിറ്റി, പേഴ്സൺസ് നാച്ചുറൽ എന്നാണ് ലഗ്നമാണ്. അതാണ് ഇപ്പം ഏത് സമയത്ത് ജനിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പം ഇന്നത്തെ ദിവസത്തിൽ എന്താണോ നക്ഷത്രം, ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ ആ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ ആൾക്കാരെയും ഒന്നുപോലെ പറയണ്ടേ നമ്മൾ. അതിൽ വ്യത്യസ്തമായ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുള്ള പല വ്യത്യസ്തരായ മനുഷ്യന്മാരുണ്ട്, പല കാലിബറിലുള്ളവരുണ്ടായിരിക്കും അല്ലേ. പക്ഷെ അവരെ ഒന്നായിട്ട് ക്ലാസിഫൈ ഉണ്ടാവില്ലേ, അത് എങ്ങനെ ഒന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും? അങ്ങനെ ഒന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാതെ അവരെ വ്യത്യസ്തമാക്കുന്ന ആ ഒരു കണ്ടന്റാണ് ലഗ്നം എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് ലഗ്നം എന്ന് പറയുന്നത്. ഈ ലഗ്നാണ് ആ വ്യക്തിത്വത്തെയും ആ വ്യക്തിയെയും അവരുടെ ശരീരത്തിനെയും ഒക്കെ മനസ്സിലാക്കുന്ന ലഗ്നം കൊണ്ടാണ്. പക്ഷെ എന്നാലും ഒരേ ലഗ്നത്തിൽ തന്നെ ജനിച്ച ആളുകളുണ്ടെങ്കിൽ പോലും അവരെല്ലാം വ്യത്യസ്തരായിരിക്കില്ലേ? വ്യത്യസ്തമായ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താ? ജാതകം മാത്രമാണോ? different horoscope, different planetary position, different biological factors, environmental factors ഇല്ലേ. അമേരിക്കയിൽ ജനിച്ച ഒരാളും അതേ സമയത്ത് ജനിച്ച ആളും ഇവിടെ ജനിച്ച ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാര്യം സംസ്കാരം ഇല്ലേ. അവിടുത്തെ 15-20 വയസ്സായ പിള്ളേർക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായില്ലെങ്കിൽ അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. ഇവിടെയാണെങ്കിൽ ഉണ്ടായാൽ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കുന്നു. അത് ഭയങ്കര വ്യത്യസ്തമായ എൻവയോൺമെൻ്റാണ്, സംസ്കാരമാണ്, ഫൈനാൻഷ്യൽ സിറ്റുവേഷനാണ്. നമുക്കിവിടെ ഇല്ലാത്ത പ്രാരാബ്ദങ്ങളൊന്നുമില്ല, അവിടെ അതില്ല. അവർക്ക് ഫ്രീ ബേർഡായിട്ട് പല കാര്യങ്ങളും ചെയ്താൽ മതി. അപ്പോൾ അവർ നമ്മുടെ രണ്ട് സാഹചര്യങ്ങൾ തമ്മിൽ ഒരുപാട് അജഗജാന്തര ഡിഫറൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഹൊറോസ്കോപ്പും വെച്ചിട്ട് ലഗ്നം ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. മാമിന്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? ലൈഫ് പർപ്പസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വട്ടുണ്ടോ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കാൻ? അല്ല, ഈ സോൾ പർപ്പസ് കണ്ടെത്തിയപ്പോൾ എന്തായിരുന്നു ആദ്യമേ തോന്നിയത്?
എനിക്ക് അതാണ് ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം എന്ത് ചെയ്യുമ്പോഴാണ് ആത്മസംതൃപ്തി കിട്ടുന്നത്, ഒരു ഫ്ലോ കിട്ടുന്നത്. ആ സോൾ പർപ്പസ്ഡ് പ്ലാനറ്റ് ഏതാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ കാര്യത്തിലോട്ട് കോൺഫിഡൻസോടുകൂടി ഇറങ്ങാൻ പറ്റുന്നത്. എനിക്ക് അതിനകത്തോട്ട് കൂടുതൽ വർക്കഹോളിക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത്. സമയം നോക്കി വാച്ച് നോക്കി ഇത് വർക്ക് ചെയ്യാതെ ആസ്വദിച്ച് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സോൾ പർപ്പസ് ആണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. എനിക്ക് അതുകൊണ്ടാണ് മാം സംസാരിക്കുമ്പോൾ ആ ഒരു ഒഴുക്കിലാണ്. ഒരു നക്ഷത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒഴുക്കിൽ ഇങ്ങനെ അങ്ങ് പോകും. ആ നക്ഷത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ലഗ്നവും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കിലങ്ങ് പോകുന്നത് അതുകൊണ്ടാണോ? ആയിരിക്കാം. അതൊക്കെ അറിയാതെ സംഭവിക്കുന്ന വിഷയങ്ങളല്ലേ. ഇപ്പം ആൾക്കാർ വിചാരിക്കില്ല ഇത് ഉഡായിപ്പാണ്, ഒരു പെണ്ണ് വന്നിരുന്നത് ഇപ്പം ജ്യോതിഷമൊക്കെ പറയണതൊക്കെ ചിന്തിക്കില്ലേ. അത് പക്ഷേ അത് ആ ഒരു ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇത്രയും നാൾ നിൽക്കാൻ പറ്റുമോ അതിൽ? ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഞാൻ പറയാം. അത് ഇപ്പോഴും പഠിക്കുന്നുണ്ട്, അത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എൻ്റെ സോൾ പർപ്പസ് അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അല്ല, നമ്മളിപ്പോൾ മറ്റുള്ള ആളുകളുടെ ഈ അസ്ട്രോളജി നോക്കുമ്പോൾ, ഇപ്പോൾ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുടെ അസ്ട്രോളജി നോക്കുമ്പോൾ, മോഹൻലാലിൻ്റെ നക്ഷത്രം നോക്കുമ്പോൾ, അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പല ഫാക്ടറുകളും കാണില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടറുകൾ മറ്റൊരാളുടെ ഇതിൽ വരികയാണെങ്കിൽ അവരും ആ രീതിയിൽ വളർന്നു വരുമെന്നൊരു പ്രഡിക്ഷൻ അങ്ങനെ തോന്നാറുണ്ടോ? മോഹൻലാൽ ആയത് മോഹൻലാലിൻ്റെ ഹാർഡ് വർക്കാണ്. നമുക്ക് നല്ല ജാതകമാണെന്ന് പറഞ്ഞിട്ട് കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ ചുരുട്ടി കെട്ടി നമ്മൾ ഒരു ഷെൽഫിനകത്ത് പൂട്ടി വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് നല്ല ജാതകം ഉണ്ടായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാൾ. കുറച്ച് പോരായ്മ ഉണ്ടെങ്കിലും എഫർട്ട് കൊടുക്കുന്ന ഒരാൾ വിൻ ചെയ്തങ്ങ് പോകും. ഞാൻ മോഹൻലാലിൻ്റെ ജാതകമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ മോഹൻലാൽ ആകുന്നതുമായത് രേവതി നക്ഷത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മീനൻ രാശിക്കാരനാണ്. അദ്ദേഹം ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അദ്ദേഹത്തിനുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? അദ്ദേഹം ഒന്നും ബാണ്ടക്കെട്ടുകളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നില്ല. ഇപ്പം തന്നെ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചിട്ട് കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് അങ്ങനെ ട്രോൾ ഇങ്ങനെ ട്രോളൊക്കെ പോകുന്നു. അത് ശരിക്കും മോഹൻലാലിൻ്റെ ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരു സ്പിരിച്വലായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. മോഹൻലാലിൻ്റെ അത്രയും നമുക്ക് എക്സ്പീരിയൻസോ അത്രയ്ക്ക് നോളജോ അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസോ ഒന്നും ഇല്ലായിരിക്കാം. അതിൻ്റെ ഏഴയിലത്തും നമ്മളൊന്നും വരത്തില്ലായിരിക്കാം. പക്ഷേ ഞാൻ മോഹൻലാലിൻ്റെ ഇപ്പം അമ്മ മരിച്ച സിറ്റുവേഷനിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു റേഖി ഞാനൊരു 4-5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ മദർ മരിച്ച സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. ഒരമ്മ മരിച്ചാൽ കരയാത്ത മക്കളുണ്ടോ എന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കരച്ചിൽ വരാത്തതുകൊണ്ട് എനിക്ക് ആ സമയത്ത് തോന്നിയത് ഇത്രയും നല്ല കൈകൾ, ഇത്രയും നല്ല സുരക്ഷിതമായ കൈകൾ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചില്ലേ, എന്നെ ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്നില്ലേ, ഞാൻ എന്തിനാ യൂണിവേഴ്സിനെ നോക്കി കരയേണ്ട ആവശ്യം? ആ സോളിനോട് ഞാൻ മാക്സിമം റെസ്പെക്റ്റാണ് കൊടുക്കേണ്ടത്. അവിടെ കരഞ്ഞു വിളിച്ച് പൂവി വിളിച്ച് ആ സോളിനെയും കൂടെ വിഷമിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഒരു തിരിച്ചറിവ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് റേക്കി തന്നിട്ടുണ്ട്. അതൊരു മെഡിറ്റേഷൻ കൊണ്ടേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ഇപ്പം സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പം മോഹൻലാൽ അതുപോലെ ഒരു സ്പിരിച്വലായിട്ടും കൂടെ അവർക്ക് ആ ഒരു സ്പിരിച്വൽ ബാലൻസ് കൂടെ വരുമ്പോഴാണ് ഒരു കരിയർ വൈസ് സക്സസ് ആയി പോകുന്നത്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആസ്വാദനം ഉണ്ടാവുന്നത്. കരിയറിനെ ആവട്ടെ, വ്യക്തി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെ ആവട്ടെ ആസ്വദിക്കാൻ കഴിയുന്ന എന്ത് വിഷയത്തിനെയും ആസ്വദിക്കാൻ. മറ്റത് എല്ലാത്തിലും ഒരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കും. എല്ലാപ്പോഴും ദുഃഖമാണ്. ദുഃഖം ഒഴിഞ്ഞൊരു സമയമില്ല. എല്ലായിടത്തും ദുഃഖമേ അവർ കാണുകയുള്ളൂ, നല്ലത് കാണത്തില്ല. അവർക്ക് ഇതൊന്നും ബാലൻസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ ഇവർ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഹാർഡ് വർക്കാണ്. പല കാര്യങ്ങളും ഇപ്പം മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നേരെയാവുള്ളൂ. അങ്ങനെയില്ല. നമ്മൾ ആ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ചെയ്യേണ്ട കാലഘട്ടത്തിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് ജോലിയല്ലോ എന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? റൈറ്റ് ടൈം റൈറ്റ് ഡിസിഷൻ എടുക്കാൻ നമ്മൾ പഠിക്കണം. എല്ലാം ജ്യോതിഷത്തിൻ്റെ മണ്ടയിലോ ആരെങ്കിലും കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞിട്ടോ നടക്കുന്നതല്ല സക്സസ്. മറിച്ച് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാനും ആ കൺസിസ്റ്റൻ്റ് എഫർട്ട്. ഇപ്പം മോഹൻലാലിനെ പറയുകയാണെങ്കിൽ പുള്ളി ഒരു സ്ഥിരതയുള്ള ജോലിയായിരുന്നോ പുള്ളിക്ക്? അല്ല. കാണാൻ ഭയങ്കര അതിസുന്ദരനായിരുന്നു വന്ന സമയത്ത്? അല്ല. ആ പോയിന്റിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ പുള്ളി
എന്തുമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം, പുള്ളി ആസ്വദിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പുള്ളിയുടെ ആസ്വാദനമാണ്, പുള്ളി ആസ്വദിച്ച് ജോലി ചെയ്തതാണ്, അദ്ദേഹത്തിൻ്റെ ആസ്വാദനമാണ് നമ്മൾ ആസ്വദിച്ചത് അല്ലേ. അല്ലാതെ നമ്മൾ ആസ്വദിപ്പിക്കാൻ ചെയ്തതായിരിക്കണം എന്നില്ല. അത് ഓരോന്ന് കഴിവുകൾ കൊണ്ടാണ് അത്ഭുതപ്പെടുത്തിയത്. കഴിവുകൾ കൊണ്ടാണ് കഴിവിനെ ഷാർപ്പാക്കി എടുത്തുകൊണ്ടായിരുന്നത്. അവനവൻ്റെ കഴിവുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കഴിവുകളെല്ലാം ചാക്കി കെട്ടിക്കൊണ്ട് ആൾക്കാർ വരല്ല. അവനവൻ്റെ കഴിവുകളെ ഇപ്പോൾ ഒരു ഡ്രൈവിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യം ഡ്രൈവിങ് പഠിച്ച് കൈ തെളിച്ചിട്ടാണ് നല്ലൊരു ഡ്രൈവർ ആവുന്നത്. നല്ല ജനിക്കുമ്പോഴേ ആരും വരുന്ന നല്ല ഡ്രൈവർ ആവുന്നില്ല. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ സക്സസ് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം ഹൊറോസ്കോപ്പോ പ്ലാനറ്ററി പൊസിഷനോ മഹാദശയോ ഒന്നുമല്ല. നമ്മളെ എങ്ങനെ അവർക്കൊക്കെ ഇല്ലേ ശനിയില്ലേ, രാഹു വരില്ലേ, പേടിച്ചിരിക്കുമോ, അതൊക്കെ വരും. പക്ഷെ അതിനെല്ലാം എങ്ങനെ ഓരോ ഇന്നുകളെയും എങ്ങനെ നല്ലതാക്കണം എന്ന് അവർക്കറിയാം. ഓരോ നാളുകളെ ഇന്നുകളെ നല്ലതാക്കിയ ആൾക്കാർക്ക് നാളുകളെ നല്ലതാക്കാൻ അറിയാം. അവർക്ക് ഓരോ ഇന്നലകളും തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മാഭിമാനം ഉണ്ടാവും ഇല്ലേ. നമ്മൾ അവരെ ഇന്നലകളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടേയിരിക്കും ഒന്നും ചെയ്യാതെ. നമ്മൾ എന്തെങ്കിലും അതേപോലെ ആകാമെന്ന് ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രവൃത്തി ഉണ്ടാവില്ല.